അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വർഷത്തെ നമ്മുടെ അറഫ നോമ്പ് വരുന്നത് വെള്ളിയാഴ്ചയാണ്. ദുൽഹിജ്ജ 9 വരുന്നത് വെള്ളിയാഴ്ചയാണല്ലോ. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പകലിലാണ് നമുക്ക് അറഫ നോമ്പ് വരുന്നത്. അറഫ നോമ്പിന്റെ ശ്രേഷ്ഠത വളരെ വലുതാണ്. അബീ ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൻ അബീ ഖത്താദ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമി അറഫ. അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് മുത്തുനബിയോട് ചോദിക്കപ്പെട്ടപ്പോൾ മുത്തുനബി അവിടുന്ന് പറഞ്ഞു, ഖാല യുകഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ. വരാനിരിക്കുന്നതായിരിക്കുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞു പോയതായിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് അറഫ ദിവസത്തെ നോമ്പനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. അതുപോലെ തന്നെ അറഫ നോമ്പിന്റെ നിയ്യത്ത് കൂടി പറയാം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ സുന്നത്തി യൗമി അറഫ ലില്ലാഹി തആല. ഒന്നുകൂടെ പറയാം, സ്ക്രീനിൽ എഴുതി കാണിക്കാം, അത് കേട്ട് പഠിക്കുക ഇൻഷാ അല്ലാഹ്. നവൈതു സൗമ ഗദിൻ അൻ അദാഇ സുന്നത്തി യൗമി അറഫ ലില്ലാഹി തആല. ഇനി മലയാളത്തിലും പറയാം, അറഫ നോമ്പിന്റെ സുന്നത്ത് നോമ്പ് നോൽക്കാൻ വേണ്ടി ഞാൻ കരുതി എന്ന് മലയാളത്തിൽ നിയ്യത്ത് ചെയ്താലും മതി. റമളാനിലെ നോമ്പ് നഷ്ടപ്പെട്ടു പോയവർക്ക് റമളാനിലെ നോമ്പിനെ ഈ നോമ്പിനോടുകൂടെ ഖളാ വീട്ടാൻ കൂടി പറ്റുന്നതാണ്. ശ്രദ്ധിക്കുക, ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് ഖൈർ നൽകുമാറാകട്ടെ. എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.